ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ ജംഗൽ ഓർ ജനക്പൂർ എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ മലയാളത്തിൽ എക്സ്പ്ലെയിനും ചെയ്യുന്നതായിരിക്കും. നിങ്ങളും കൂടെ വായിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. जंगल और जनकपुर. राजमहल से निकलकर महर्षि विश्वामित्र सरयू नदी की ओर बढ़े. दोनों राजकुमार साथ थे. उन्हें नदी पार करनी थी आश्रम पहुंचने के लिए. विश्वामित्र ने अयोध्या के निकट नदी पार नहीं की. दूर तक सरयू के किनारे किनारे चलते रहे. दक्षिणी तट पर, उसी तट पर जिस पर अयोध्या नगरी थी. ആദ്യ ഭാഗത്ത്, അതായത് അവധപുരി മേ റാം എന്ന അധ്യായത്തിൽ ഞങ്ങൾ കണ്ടു ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാജകൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. അതായത് വിശ്വാമിത്ര മഹർഷിയുടെ ആഗ്രഹപ്രകാരം ദശരഥ മഹാരാജാവ് അനുമതി നൽകുകയും ശ്രീരാമനെയും ശ്രീലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അയക്കുകയാണ് ചെയ്തത് രാക്ഷസന്മാരെ വധിക്കാൻ. വിശ്വാമിത്ര മഹർഷിമാർ നടത്തിക്കൊണ്ടിരുന്ന യാഗത്തിന് ബാധയുണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ വധിക്കാനായിട്ട് ശ്രീരാമനെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിശ്വാമിത്ര മഹർഷി. ഇനി ഈ അധ്യായത്തിൽ പറയുകയാണ്, അവർ രാജകൊട്ടാരം വിട്ട് ഇറങ്ങി. ആരുടെ കൂടെ? വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ. വിശ്വാമിത്ര മഹർഷി സരയൂ നദിക്ക് ഓർ ബഡി. സരയൂ നദിയുടെ തീരത്തേക്ക് നടന്ന് നീങ്ങി. ദോനവും രാജ്കുമാർ സാത്ത്, രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ആശ്രമത്തിലോട്ട് എത്തണമെങ്കിൽ നദി കടന്നേ മതിയാകൂ. പക്ഷേ വിശ്വാമിത്ര മഹർഷി എന്തു ചെയ്തു? അയോധ്യ നഗരിയുടെ അടുത്തായിരുന്നു സരയൂ നദി. സരയൂ നദിയുടെ തീരത്തിലോട്ട് നടന്നു നീങ്ങി. തീരത്തിലൂടെ തന്നെ നടന്ന് മുന്നോട്ട് നീങ്ങി. നദി അവിടെ നിന്ന് കടന്ന് ആശ്രമത്തിലോട്ട് എത്താതെ നദിയുടെ തീരത്തിലൂടെ അവരെയും കൊണ്ട് നടന്ന് മുന്നോട്ട് നീങ്ങി. ദക്ഷിണി തട്ട് പർ, ഉസി തട്ട് പർ ജിസ് പർ അയോധ്യ നഗരി തി. തെക്കൻ തീരം, അവിടെ തന്നെയായിരുന്നു അയോധ്യ നഗരി. അയോധ്യ നഗരിയുടെ തീരത്തുണ്ടായിരുന്ന അവിടെ ദക്ഷിണി തട്ട് പർ, ആ നദിയുടെ തീരത്തിലൂടെ അവരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. വെ ചലത്തെ രഹേ നദി കെ घुमाव के साथ साथ. राजमहल पीछे छूट गया. उसकी आखिरी बस्ती भी निकल गई. चलते चलते तीखा मोड़ आया तो सब कुछ दृष्टि से ओझल हो गया. അവരെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. നദിയുടെ ഒഴുക്കിനനുസരിച്ചിട്ട്, നദി എങ്ങനെയൊക്കെയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് തീരത്തിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ രാജകൊട്ടാരം കാണാതായി. അതായത് അവർ മുന്നോട്ട് പോവുകയാണല്ലോ, അപ്പോൾ അത് മങ്ങിക്കൊണ്ടിരുന്നു. ചലത്തെ ചലത്തെ തീഖാ മോഡായ, പെട്ടെന്നൊരു വളവ് വന്നു. അതിനുശേഷം ഒട്ടും കാണാതെയായി, മങ്ങിത്തുടങ്ങി. राम और लक्ष्मण ने एक बार भी पीछे मुड़कर नहीं देखा. उनकी नज़र सामने थी, महर्षि विश्वामित्र के सधे कदमों की ओर. सूरज की चमक धीमी पड़ने लगी. शाम होने को आई. राजकुमारों के चेहरों पर थकान का कोई चिन्ह नहीं था. उत्साह था. दिन भर पैदल चले थे और चलने को तैयार थे. രാമലക്ഷ്മണന്മാർ ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. രാജകൊട്ടാരത്തിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അവരുടെ ശ്രദ്ധ മുഴുവനും എവിടെയായിരുന്നു? വിശ്വാമിത്ര മഹർഷിയുടെ പാദങ്ങൾ, അതായത് വിശ്വാമിത്ര മഹർഷിയെ അവർ പിന്തുടരുകയായിരുന്നു. സൂരജ് കി ചമക് ധീമി പടനെ ലഗി. അങ്ങനെ വൈകുന്നേരമായി തുടങ്ങി എന്നാണ് പറയുന്നത്. ഷാം ഹോനേക്കോ ആയി രാജ്കുമാരോ കെ ചെഹ്റോ പർ. വൈകുന്നേരമായി എന്നിട്ട് പോലും, അതായത് രാവിലെ മുഴുവൻ അവർ നടന്ന് വരികയാണ്. വൈകുന്നേരമായി എന്നിട്ട് പോലും അവരുടെ മുഖത്ത് ഒരു ക്ഷീണത്തിൻ്റെ ഒരു തുള്ളി പോലും കാണാനില്ലായിരുന്നു. ഉത്സാഹ ഥാ. വെ ദിൻ ഭർ പൈദൽ ചലേ ഥേ ഓർ ചലനെ കോ തയ്യാർ ഥേ. നല്ല ഉത്സാഹമുണ്ടായിരുന്നു അവരുടെ മുഖത്ത്. അവർ ഇത്രയും ദിവസം മുഴുവനും നടന്നിട്ടും അവരുടെ മുഖത്ത് ആ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇനിയും അവർ നടക്കാൻ തയ്യാറായിരുന്നു. മഹർഷി അചാനക് റുക്കി. ഉन्होंने ആസ്മാൻ പർ ദൃഷ്ടി ഡാലി. മഹർഷി പെട്ടെന്ന് ഒന്ന് നിന്നു. എന്നിട്ട് ആകാശത്തോട്ട് നോക്കി. चिड़ियों की झुंड अपने बसेरे की ओर लौट रहे थे. आसमान मटमैला लाल हो गया था. चरवाहे लौट रहे थे, गायों के पैर से उठती धूल में आधे छिपे हुए. പക്ഷികളൊക്കെ അവരുടെ താമസ സ്ഥലത്തേക്ക് പറന്ന് പോവുകയായിരുന്നു, തിരിച്ച് പറന്നു പോവുകയായിരുന്നു.
ആസ്മാൻ മട്ട്മേല ലാൽ ഹോ ഗയാ താ, നല്ല റെഡിഷ് നല്ല കളറായി, അതായത് വൈകുന്നേര സമയമാണ് അല്ലേ, അപ്പോൾ റെഡിഷ് കളറായിട്ട് മാറുകയായിരുന്നു. ചെർവാഹെ ലോട്ട് റഹേത്തെ, അതായത് പശുക്കളെ മേയ്ക്കുന്നവരൊക്കെ തിരിച്ച് അവരുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പശുക്കൾ നടന്ന് നീങ്ങുമ്പോഴുണ്ടാവുന്ന ആ പൊടിപടലങ്ങൾ കൊണ്ട് എല്ലാം ആധേ ചിപ്പേ ഹുए, അത്രയ്ക്ക് പൊടിപടലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. हम आज रात नदी तट पर ही विश्राम करेंगे, महर्षि ने पीछे मुड़ते हुए कहा। दोनों राजकुमारों के चेहरे के भाव देखते हुए विश्वामित्र हल्का सा मुस्कुराए। राम ने निकट आते हुए उन्होंने कहा, मैं तुम दोनों को कुछ विद्याएं सिखाना चाहता हूँ। इन्हें सीखने के बाद कोई तुम पर प्रहार नहीं कर सकेगा, उस समय भी नहीं जब तुम नींद में रहो. അങ്ങനെ നദീ തീരത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ വൈകുന്നേരമായി അല്ലേ, അപ്പോൾ വിശ്വാമിത്ര മഹർഷി അവരോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ രാത്രി താമസിക്കാൻ പോവുകയാണ്. തട്പർ ഹി വിശ്രാം കരേംഗെ, വിശ്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. രാജകുമാരന്മാരുടെ മുഖഭാവത്തിലുണ്ടായിരുന്ന വ്യത്യാസം കണ്ട് വിശ്വാമിത്ര മഹർഷി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിദ്യകൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തും പർ പ്രഹാർ നഹി കർ സക്കേഗ, കോയി തും പർ പ്രഹാർ, നിങ്ങളെ ആർക്കും നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കത്തില്ല. ഉറക്കത്തിൽ പോലും നിങ്ങളെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള വിദ്യ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. राम और लक्ष्मण नदी में मुंह हाथ धोकर लौटे। महर्षि के निकट आकर बैठे। विश्वामित्र ने दोनों भाइयों को बला अतिबला नाम की विद्याएं सिखाई। रात में वे लोग वहीं सोए। तिनकोम और पत्तों का बिस्तर बनाकर नींद आने तक महर्षि उनसे बात करते रहे. അങ്ങനെ കൈയും കാലും ഒക്കെ കഴുകി അവർ മഹർഷിയുടെ അടുത്തേക്ക് എത്തി. വിശ്വാമിത്ര മഹർഷി രണ്ട് സഹോദരങ്ങളെയും ബല അതിബല എന്ന ഒരു വിദ്യ അഭ്യസിപ്പിച്ചു, അതായത് വിദ്യ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രാത്രി ആയതോടെ അവിടെ തന്നെ അവർ കിടന്ന് ഉറങ്ങി. തിൻകോം ഓർ പത്തോം കാ ബിസ്തർ ബനാക്കർ, ചെറിയ ചെറിയ ചുള്ളികൾ, അതായത് മരത്തിൻ്റെ ചുള്ളികളും പിന്നെ ഇലകളും ഒക്കെ വെച്ചിട്ട് ഒരു മെത്ത പോലെ ഉണ്ടാക്കിയിട്ട് അതിലവർ ബിസ്തർ ബനാക്കർ വഹാപ്പെ സോയെ. നീന്ത് ആനെ തക് മഹർഷി ഉൻസെ ബാത് കർത്തേ രഹെ, ഉറക്കം വരുന്നത് വരെ മഹർഷി അവരോട് സംസാരിച്ചു കൊണ്ടേ ഇരുന്നു. सुबह हुई, यात्रा फिर शुरू हुई. मार्ग वही था, सरयू नदी के किनारे किनारे. രാവിലെയായി, യാത്ര വീണ്ടും തുടങ്ങി. മാർഗ് വഹിത, അതേ വഴിയാണ് വിശ്വാമിത്ര മഹർഷി സ്വീകരിച്ചത്, അതായത് നദിയുടെ തീരത്തിലൂടെ. സരയൂ നദിക്ക് കിനാരെ കിനാരെ, സരയൂ നദിയുടെ തീരത്തിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി. ചലത്തെ ചലത്തെ വേ ഏക് ऐसी जगह पहुंचे जहां दो नदियां आपस में मिलती थी. उस संगम की दूसरी नदी गंगा थी. महर्षि अब भी आगे चल रहे थे, लेकिन एक अंतर आ गया था. राम लक्ष्मण अब दूरी बनाकर नहीं चलते थे, महर्षि के ठीक पीछे थे ताकि उनकी बातें ध्यान से सुन सके. रास्ते में पड़ने वाले आश्रमों के बारे में, वहाँ के लोगों के बारे में, वृक्षों वनस्पतियों के संबंध में, स्थानीय इतिहास उसमें शामिल होता था. അങ്ങനെ നടന്ന് അവർ ഒരു സ്ഥലത്തെത്തി. അവിടെ രണ്ട് നദികളുടെ സംഗമമായിരുന്നു ആ സ്ഥാനം. ഉസ് സംഗം കി ദൂസരി നദി ഗംഗാ തീ, രണ്ടാമത്തെ നദി ഗംഗയായിരുന്നു. മഹർഷി അഭി ആകെ ചൽ രഹേ थे, ഇപ്പോഴും മഹർഷി ആയിരുന്നു മുമ്പിൽ നടന്നുകൊണ്ടിരുന്നത്. ലേക്കിൻ ഏക് അന്തർ ആ ഗയാ, ഒരു വ്യത്യാസം എന്താ വന്നത്, ശ്രീരാമനും ലക്ഷ്മണനും അത്ര അകലെ അല്ലായിരുന്നു, ഋഷിയിൽ നിന്നും അകലെ അല്ലായിരുന്നു നടന്നിരുന്നത്. മഹർഷിക്ക് ഠീക് പീച്ചേത്തി, ജസ്റ്റ് പിറകിലായിട്ടായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. കാരണം മഹർഷി പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കേൾക്കാൻ ഉള്ള എളുപ്പത്തിലായിരുന്നു അവർ കൂടെ നടന്നത്. രാസ്തേ മേ പഠ്നെ വാലെ ആശ്രമോं के बारे में, എന്തിനൊക്കെ പറ്റിയായിരുന്നു മഹർഷി അവരോട് പറഞ്ഞിരുന്നത്? रास्ते में पड़ने वाले आश्रमों के बारे में, वहाँ के लोगों के बारे में, वृक्षों वनस्पतियों के संबंध में, स्थानीय इतिहास उसमें शामिल होता था. അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് വഴിയിൽ കാണുന്ന എല്ലാ ആശ്രമങ്ങളെ പറ്റിയും
വൃക്ഷലതാദികളെ പറ്റിയും ഉള്ള അറിവും പിന്നെ സ്ഥാനീയ ഇതിഹാസം അതാത് സ്ഥലങ്ങളുടെ ഇതിഹാസത്തെ പറ്റിയും എല്ലാം വിശ്വാമിത്ര മഹർഷി അവർക്ക് പോകുന്ന വഴിയെ പറഞ്ഞ് തരുമായിരുന്നു. आगे की यात्रा कठिन थी. जंगलों से होकर उससे पहले उन्हें नदी पार करनी थी. रात में ऐसा करना महर्षि विश्वामित्र को उचित नहीं लगा. तीनों लोग वहीं रुक गए. संगम पर बने एक आश्रम में अगली सुबह उन्होंने नाव से गंगा पार की. आगे की यात्रा कठिन थी. ഇനിയും പ്രയാസമുള്ളതായിരുന്നു, കഠിനമായിരുന്നു ഇനി മുമ്പിലോട്ടുള്ള യാത്ര. കാരണം ജംഗലോ സെ ഹോക്കർ, അതായത് കാട്ടിലൂടെയാണ് ഇനി യാത്ര ചെയ്യേണ്ടിയിരുന്നത്. അത് ഇനിയും പ്രയാസപ്പെട്ട യാത്രകളായിരുന്നു. അപ്പോൾ ഉസ്സെ പെഹ്ലെ ഉനി നദി പാർ കർണി ഥി, അതിന് മുമ്പ് അവർക്ക് നദി കടന്നിട്ടാണ് പോകേണ്ടിയിരുന്നത്. രാത് മേ ഐസാ കർന മഹർഷി വിശ്വാമിത്രക്ക് ഉചിത് നഹി ലഗ, അങ്ങനെ രാത്രി ഇത് ചെയ്യുന്നത് ശരിയായിട്ട് മഹർഷിക്ക് തോന്നിയില്ല. അതുകൊണ്ട് 3 പേരും തീനും ലോക് വഹി റുക് ഗയെ, അവിടെ തന്നെ അവർ വിശ്രമിച്ചു. സംഗം പർ ബനെ ഏക് ആശ്രമം, ആ സംഗമ സ്ഥലത്ത് ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ തന്നെ അവർ വിശ്രമിച്ചു. അഗ്ലി സുബ ഉന്നോനെ നാവ് സെ ഗംഗാ പാർ, അടുത്ത ദിവസം അവർ ഒരു തോണിയിൽ ആ നദി അങ്ങോട്ട് കടന്നു പോയി. नदी पार जंगल था, घना, दुर्गम. सूरज की किरणें धरती तक नहीं पहुंचती थी. इतना घना व डरावना भी था. हर ओर से झिंगुरों की आवाज, जानवरों की दहाड़, कर्कश ध्वनियां. राम और लक्ष्मण को आश्वस्त करते हुए महर्षि ने कहा, ये जानवर और वनस्पतियां जंगल की शोभा है, इनसे कोई डर नहीं है. असली खतरा राक्षसी ताड़का से है, वह यहीं रहती है. तुम्हें वह खतरा हमेशा के लिए मिटा देना है. നദി പാർ ജംഗൽ താ, ഈ നദി കടന്നതും ഒരു വലിയ കാടായിരുന്നു. അത് നല്ല തിക്ക്, അതായത് നല്ല കുറേ വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാടായിരുന്നു. സൂരജ് കി കിരണേ ധർത്തി തക് നഹി പਹੁംചത്തി, അത്ര വലിയ വലിയ മരങ്ങളായിരുന്നു. സൂര്യൻ്റെ കിരണങ്ങൾ വരെ താഴെ വരെ എത്തത്തില്ലായിരുന്നു. ആ രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇത്നാ ഘന വ ഡറാവന ഭി താ, പേടിയും തോന്നുന്നുണ്ടായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും ഒരുതരം ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ജിങ്കുരോം കി ആവാസ്, ജാൻവരോം കി ദഹാഡ്, ആനിമൽസിൻ്റെ സൗണ്ടും പിന്നെ കീടങ്ങളുടെയും പിന്നെ കർക്കശ് ധ്വനിയും, ഒരുതരം ശബ്ദങ്ങളായിരുന്നു അവിടെ, ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങളായിരുന്നു കേൾക്കാൻ സാധിച്ചിരുന്നത്. राम और लक्ष्मण को आश्वस्त करते हुए महर्षि ने कहा, ശ്രീരാമനെയും ലക്ഷ്മണനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു, ഈ ജാൻവർ ഓർ വനസ്പത്യാം ജംഗൽ കി ശോഭാണ്, ഈ ആനിമൽസും ഈ മൃഗങ്ങളും പിന്നെ ഈ വൃക്ഷലതാദികളും എല്ലാം ജംഗൽ കി ശോഭ, ഈ കാടിൻ്റെ ശോഭയാണ്. ഇൻസെ കൊയ് ഡർ നഹി ഹൈ, ഇതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ശരിയായിട്ടുള്ള ഭയം രാക്ഷസി താടകാസയാണ്, ശരിയായിട്ട് ഭയപ്പെടേണ്ടതായിട്ടുള്ളത് രാക്ഷസി താടകയാണ്. വ യഹി രഹത്തി ഹൈ, താടക ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. തുമേ വ ഖത്ര ഹമേഷാ കെ ലിയെ മിട്ടാ ദേനാ ഹൈ, അതായത് താടകയെ വധിക്കാനാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് പറയുന്നത്. വ ഖത്ര, അതായത് ആ ഭയം, അതായത് ആ ഡേഞ്ചർ, ആ ഖത്ര ഹമേഷാ കെ ലിയെ മിട്ടാ ദേനാ, എപ്പോഴത്തേക്കുമായിട്ട് ഇല്ലാതാക്കണം, അതായത് വധിക്കണം. താടകയെ വധിക്കാനാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് പറയുന്നത്. ताड़का के डर से कोई उस वन में नहीं आता था. जो भी आता ताड़का उसे मार डालती, अचानक आक्रमण कर देती. उसका डर इतना था कि उस सुंदर वन का नाम ताड़का वन पड़ गया था. താടകയുടെ പേടി കാരണം ആ കാട്ടിനുള്ളിൽ ആരും വരാറുണ്ടായിരുന്നില്ല. വന്നാൽ തന്നെ താടക ഉടനെ അയാളെ കൊല്ലുമായിരുന്നു. അച്ചാനക് ആക്രമൺ കർദേത്തി, പെട്ടെന്നായിരിക്കും ആക്രമണം. അങ്ങനെ ആ പേടി കാരണം ആരും ആ കാട്ടിനുള്ളിൽ വരാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കാടിൻ്റെ പേരും, ആ സുന്ദരമായ കാടിൻ്റെ പേര് താടക വൻ എന്നും ആയി. राम ने महर्षि की आज्ञा मान ली, धनुष पर प्रत्यंचा चढ़ाई और उसे एक बार खींचकर छोड़ा. इतना ताड़का को क्रोधित करने के लिए बहुत था. ठंकार सुनते ही क्रोध से बिलबिलाई. ताड़का गरजती हुई राम की ओर दौड़ी. 2 बालकों को देखकर
उसका क्रोध और भड़क उठा. ശ്രീരാമൻ മഹർഷിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് എന്താ ചെയ്തത്? ധനുഷ് പർ പ്രത്യഞ്ച ചടായ, അതായത് ധനുഷിൻ്റെ ആ പ്രത്യഞ്ച അതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണത്. അത് ചെയ്തിട്ട് ഉസേ ഏക് ബാർ ഖീഞ്ച് കർ ചോടാ, ആ കമ്പി അമ്പല്ല വില്ലിൻ്റെ ആ ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ച് വിട്ടു. ആ ശബ്ദം കാരണം ഇത്നാ താടക്കാക്ക് ക്രോധിത് करने के लिए बहुत था, അതിൻ്റെ ശബ്ദം തന്നെ, അതായത് ഠങ്കാർ സുനത്തെ ഹി ക്രോധ് സെ ബിൽബിലായി താടക്ക ഗരജ്തി ഹുയി റാം കി ഓർ ദോടി. ദേഷ്യം കൊണ്ട് വേഗം ഇങ്ങനെ ഓടി അവരുടെ മുന്നോട്ട് ഓടി വന്നു. ഗരജ്തി ഹുയി, ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇങ്ങനെ ഓടി വന്നു. ദോ ബാലകോ കോ ദേക്കർ ഉസ്കാ ക്രോധ് ഓർ ഭടക് ഉഠാ. 2 കുട്ടികളെ കണ്ട് താടകയുടെ ദേഷ്യം ഇനിയും കൂടി. जंगल में जैसे तूफान आ गया, विशालकाय पेड़ कांप उठे, पत्ते टूटकर इधर उधर उड़ने लगे, धूल का घना बादल छा गया, उसमें कुछ दिखाई नहीं पड़ता था. फिर ताड़का ने पत्थर बरसाने शुरू कर दिए. राम ने उस पर बाण चलाए, लक्ष्मण ने भी निशाना साधा. ताड़का बाणों से घिर गई. राम का एक बाण उसके हृदय में लगा, वह गिर पड़ी, फिर नहीं उठ पाई. അങ്ങനെ ആ കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് തൂഫാൻ, അതായത് കാട്ടിൻ്റെ ഉള്ളിൽ നല്ല കാറ്റും ഇതുമൊക്കെ ആയിട്ട് അവിടെ വിശാൽക്കായ് പേട് കാമ്പുട്ടി, ഈ മരങ്ങൾ വരെ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. പത്തെ ടൂട്ട്കർ ഇധർ ഉധർ ഉഡ്നേലകെ, ഇലകൾ വരെ അവിടെ ഇവിടെയൊക്കെ പറന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങി. ധൂൽ കാ ഘനാ ബാദൽ ഛാഗയ, പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് അവിടെ. ഫിർ താടക്കാനെ പത്ഥർ ബർസാനെ ശുരു കർ ദിയെ, താടക്ക കല്ലുകളൊക്കെ ഇങ്ങനെ വീഴ്ത്താൻ തുടങ്ങി. രാമനെ ഉസ് പർ ബാൺ ചലായി, ശ്രീരാമൻ എന്താ ചെയ്തത്? അമ്പെയ്തു. ലക്ഷ്മണനെ ഭി നിശാന സാധാ, ലക്ഷ്മണനും അമ്പെയ്തു. താടക്ക ബാണം സെ ഘിർ ഗൈ, അങ്ങനെ മുഴുവനും ഇങ്ങനെ അമ്പുകൊണ്ട് ഇങ്ങനെ മുഴുവനായിട്ടും മുഴുവൻ ശരീരവും അമ്പുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. റാം ക ഏക് ബാൺ ഉസ്കെ ഹൃദയമേ ലഗ, ശ്രീരാമൻ്റെ ഒരു അമ്പ് നേരെ താടകയുടെ ഹൃദയത്തിൽ തളച്ച് കയറി. അത് ഗിർപ്പടി ഫിർ നഹി ഉഠി, അങ്ങനെ താഴോട്ട് വീണു, പിന്നെ എണീറ്റില്ല. അതായത് ശ്രീരാമൻ താടകയെ വധിച്ചിരിക്കുന്നു അല്ലേ. विश्वामित्र बहुत प्रसन्न हुए. उन्होंने राम को गले लगा लिया. उन्होंने दोनों राजकुमारों को 100 तरह के नए अस्त्र शस्त्र दिए, उनका प्रयोग करने की विधि बताई, उनका महत्व समझाया. विश्वामित्र महर्षि വളരെ പ്രസന്നനായ അല്ലേ, സന്തോഷവാനായി. उन्होंने राम को गले लगाया, അവരെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഉन्होंने दोनों राजकुमारों को 100 तरह के, അതായത് 100 കണക്കിന് അസ്ത്രശസ്ത്ര, അതായത് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ നൽകി അതിനെപ്പറ്റി പറഞ്ഞ് അവരെ വിദ്യ അഭ്യസിപ്പിച്ചു. ഉൻക പ്രयोग करने की विधि बताई, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഉൻക മഹത്വം, അതിൻ്റെ മഹത്വവും അവരെ പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.